ജോർജ് ചേട്ടാ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും. കടി കിട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്നുള്ള വണ്ടി ഇരിക്കുവാണ്. ഇപ്പം വണ്ടി വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എന്ത് വേണം, ക്ഷമമാണെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയാൻ. അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ അങ്ങനത്തെ എന്നും എന്റെ സമയം നോട്ടുകൊണ്ട് അപ്പുറത്തേക്ക് വരാണ്. ഞാൻ ഇങ്ങനെ ആളെ പോസ്റ്റാണെന്ന് പോലും ഞാൻ കണ്ടില്ല. ഇന്നാണ് മനസ്സിലായത് ഈ ആളാണ് ഈ പോസ്റ്റ് ഇട്ടെന്ന്. ഈ അരമണിക്കൂർ ഇതുപോലുള്ള കുറേ തീട്ടങ്ങളുണ്ട്. തീട്ടം എന്ന് പറഞ്ഞാൽ പോലെ തീട്ടത്തിനേക്കാളും അറപ്പാണ് പിറ്റകളൊക്കെ കാണുക. ഇതുപോലുള്ള കുറേ നായ്ക്കൾ. അത് എന്തേലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം എവിടെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കുറേ നായ്ക്കളുണ്ടാവും. നായ്ക്കൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചിലക്കും, ഇങ്ങനെ നെഗറ്റീവ് പറയാനും അത് അങ്ങനെയാണ് ഇങ്ങനെയുണ്ട്, എനിക്ക് വലിയവർക്ക് കൊടുക്കുമോ ചെറിയവർക്ക് കൊടുക്കുമോ, എനിക്ക് ആവശ്യമുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയുണ്ട് പറയും. എന്തൊക്കെ കമൻറ്റുകളാണ്. ഒരമ്മ വയനാട് ദുരിതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അവർ വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങളല്ലേ, അവരമ്മയ്ക്കുള്ളൂ. മറ്റേ കുട്ടികളെ, സ്വന്തം കുട്ടികളൊക്കെ വിശക്കുമ്പോഴുള്ള ഒരു വേദന ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു സങ്കടം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തോന്നിയിട്ട് ഒരു അമ്മ എന്ത് ചെയ്തിരിക്കണു, ഈ വയനാട്ടിലുള്ള ദുരിതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇമ്മാതിരി നായിൻ്റെ ചെറ്റ മക്കളൊക്കെ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇട്ടിക്കുക. ഇത് വലിയവർക്ക് കൊടുക്കുമോ, എനിക്ക് ആവശ്യമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല നാറികൾ വന്നിട്ട് എന്ത് ചെയ്തു അടിയിൽ കമൻ്റ് ഇട്ടിക്കണു. അതിൽ ചില ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്തിക്കണു നല്ലതുപോലെ കൊടുത്തുക്കണു. അതിലിപ്പോൾ നമ്മൾ ജോർജിന് എന്തായാലും പള്ള നിറച്ച് കൊടുത്തുക്കണു. പള്ള നിറച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് എന്താണ് ജോർജേട്ടന് കൊടുത്തുക്കണു. ഇനിയിപ്പോൾ ജോർജേട്ടൻ പാ എന്ന് പറയുമ്പോഴത്തേന് തലയിൽ മുണ്ടിട്ട് ഓടും, ആ അവസ്ഥയിലാക്കി കൊടുത്തുക്കണം. ഇങ്ങനെ പോലെയുള്ള കുറേ എണ്ണം ഉണ്ട്, കുറേ നായ്ക്കളുണ്ട് ഇതേമാതിരി എന്ത് ചെയ്യുന്നു ഇങ്ങനെ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ. അങ്ങനെ കുറേ എണ്ണത്തിന് തന്നെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ജോർജേട്ടൻ എന്തായാലും കൊടുത്തുക്കണു. ഇനി പാലും ചോദിച്ചില്ല, പായസം ചോദിച്ചില്ല, പാ എന്ന് പറയുമ്പോഴത്തേന് തന്നെ എന്ത് ചെയ്യും തലയിൽ മുണ്ടിട്ട് ഓടിക്കോളും. ഈ ജോർജിനെ പോലെയുള്ള നായ്ക്കൾക്കൊക്കെ എന്ത് മനസ്സാണുള്ളത്. ഈ മനസ്സിനൊരു ഉറപ്പ് വേണമല്ലോ. ഇങ്ങനെയൊക്കെ ഈ ഒരു മനസ്സുണ്ടാവുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ദുരിതത്തിൽപ്പെട്ട ഇങ്ങനെ കണ്ടും കൊണ്ട് തന്നെ ഇമാതിരി ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യണത്. ഇങ്ങനത്തെ ഒക്കെ മനസ്സുള്ളവർ തന്നെയാണ് ഇങ്ങനത്തെയൊക്കെ കമൻറ്റുകൾ ചെയ്യണുള്ളൂ. പിന്നെ അപ്പോൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അവിടെ പോയി, ജനിച്ചപ്പോൾ പോയി അത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ജോർജേട്ടന് വയറ് നിറച്ച് പാൽപ്പായസം കൊടുത്ത് വിട്ടുക്കണം. നമ്മളെ മലയാളികൾ എന്നും അങ്ങനെ തന്നെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടറിഞ്ഞ് ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് സഹായിക്കും. എന്തായാലും ജോർജിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ജോർജിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇനി ഈ മുലപ്പാലിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ജോർജ് വരുന്ന വഴിക്ക് വന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായാലും ഈ ജോർജ് നിങ്ങളെ കയ്യിൽ തരും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ജോർജിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവിനനുസരിച്ച് ജോർജിനെ എന്ത് ചെയ്യും നിങ്ങൾക്ക് തന്നോളൂ കേട്ടോ.